ഹായ് ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. അപ്പോൾ എല്ലാ കൂട്ടുകാർക്കും നമ്മുടെ ഇന്നത്തെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ എല്ലാവരും വീഡിയോ ഒക്കെ ഒന്ന് കാണുക, ലൈക്ക്, സബ്, ഷെയറൊക്കെ ചെയ്ത് സപ്പോർട്ട് ചെയ്യാം കേട്ടോ. അപ്പോൾ വീഡിയോ പുതുതായിട്ട് കാണുന്നവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. അപ്പോൾ രാവിലെ ഇന്നതാ നമ്മൾക്ക് പുട്ടായിരുന്നു കേട്ടോ, ചായക്ക് കടി. പുട്ടും പഴവും പപ്പടമായിരുന്നു. പിന്നെ ചോറിനുള്ള വെള്ളതാ ഇതായിട്ട് അരിയൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ചോറൊക്കെ പകുതി വേഗമായിട്ടുണ്ട്. അപ്പം എന്തായാലും ഇന്ന് വേഗം പണിയൊരുക്കിയിട്ട് നമുക്ക് സ്ഥലം വരെ പോകാണ്ട് കേട്ടോ. വേറെ എങ്ങോട്ടല്ല, നമ്മൾ അനിയത്തിക്കൊരു ബേബി ഉണ്ടായിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ബേബിക്കുട്ടനെ കാണാൻ പോകണം. അപ്പോൾ അതിനുള്ള തിരക്കിലാണ്. അപ്പോൾ രാവിലെ വേഗം പണിയൊരുക്കിയിട്ട് പോകാമെന്ന് വെച്ചാൽ പണി ഒരുങ്ങുമ്പോഴത്തേന് എന്തായാലും ഉച്ചയാവും കേട്ടോ. പിന്നെ ഉച്ചയ്ക്ക് ശേഷം ഇങ്ങോട്ട് മഴയാവും. അപ്പോൾ കുറേ ദിവസമായി പോകണം എന്ന് വിചാരിച്ചിരിക്കുകയാണ്. അപ്പോൾ പ്രസവിച്ചിട്ട് കുറച്ച് ദിവസമായി കേട്ടോ. അപ്പോൾ എന്തായാലും ഇന്ന് അങ്ങോട്ട് പോകാൻ ഒത്തു കിട്ടിയത്. അപ്പോൾ എന്തായാലും നമുക്ക് രാവിലത്തെ ജോലികളൊക്കെ പെട്ടെന്ന് തന്നെ തീർക്കാം. പിന്നെ ഇനിയിപ്പോൾ കറി വെക്കാൻ ഇന്ന് മീൻ അയില സൂതാന് കിട്ടിയിട്ടുണ്ട് കേട്ടോ, ചൂര മീൻ. അപ്പോൾ അതൊക്കെ ഒന്ന് നന്നാക്കി എടുക്കണം. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് ചായയും കടിയും പരിപാടി ചോറൊക്കെ വെച്ചിട്ടാണ് മീൻ നന്നാക്കാൻ ഇരിക്കുന്നത് കേട്ടോ. അപ്പോൾ ഇതാ മോനിന്ന് മദർസില്ല. അപ്പോൾ അവന് അതുകൊണ്ട് ഇപ്പോൾ എണീറ്റ് കുറച്ച് നേരത്തെ എണീക്കേണ്ട ആവശ്യം വന്നിട്ടില്ല കേട്ടോ. ഇന്ന് കുറച്ച് വൈകിട്ടാണ് എണീറ്റിട്ടുള്ളത്. അങ്ങനെ അവനോട് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അവൻ എവിടെ പോവില്ല കേട്ടോ. അപ്പോൾ എൻ്റെ പണി ഒരുങ്ങോളം സ്വൈര്യം കെടുത്ത് എങ്ങോട്ട് പോകാമെന്ന് പറഞ്ഞാൽ അപ്പം ഇങ്ങനെ പിന്നെ ഞാൻ പാത്രമൊക്കെ ഞാൻ വേഗം കഴുകിത്തരാം, അമ്മച്ചി വേഗം ഭക്ഷണമൊക്കെ ഉണ്ടാക്കി എന്നിട്ട് നമുക്ക് വേഗം പോകണമെന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. ഇങ്ങനെ ഓരോന്ന് കാട്ടിക്കൂട്ടായിട്ട് വന്നിട്ട്. അപ്പോൾ ഞാൻ ഈ അന്ന് ദയവ് ഇത് ഒരു സഹായത്തിന് വരേണ്ട, അവിടെ പോയി ഇരുന്നാൽ മതി എന്നിട്ട് അങ്ങനെ ആട്ടി വിട്ടിരിക്കുകയാണ് കേട്ടോ. അങ്ങനെ നമ്മളിതാ പുട്ടൊക്കെ അവിടെ ആയിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഇനിയിപ്പോൾ ചോറ് വെന്തിട്ടുണ്ട്, ചോറൊന്ന് വെച്ചെടുക്കട്ടെ കേട്ടോ. പിന്നെ കറിക്ക് വെണ്ടയ്ക്കയാണ്. അപ്പോൾ വെണ്ടയ്ക്കയാണ് നമ്മളെ ഫേവറേറ്റ് കറി കേട്ടോ. വെണ്ടയ്ക്കയും കുമ്പളങ്ങയും അതുപോലെ അങ്ങനെ വലിയ മീൻ കറി അങ്ങനത്തെയൊക്കെയാണ് ഇവിടെ ഇഷ്ടമുള്ള കറികൾ. പിന്നെ വല്ല താളിപ്പോ അങ്ങനത്തെയൊക്കെ സംഭവങ്ങൾ കേട്ടോ. അതുകൊണ്ട് വെണ്ടയ്ക്ക അധികം കറി ഞങ്ങൾ വെണ്ടയ്ക്കയെ കുമ്പളങ്ങ കറി അങ്ങനെയൊക്കെ ഉണ്ടാക്കാറുള്ളൂ കേട്ടോ. അപ്പോൾ ഇന്ന് നമുക്കിതാ വെണ്ടയ്ക്ക നല്ലൊരു സാമ്പാർ ഉണ്ടാക്കാം. അപ്പോൾ സാമ്പാർ ഞാൻ 2-3 പ്രാവശ്യം ഉണ്ടാക്കിയത് നമ്മൾ വീഡിയോയിലൊക്കെ കാണിച്ചിട്ടുണ്ടായിരുന്നു അല്ലേ. അപ്പോൾ എന്തായാലും ഇന്നിപ്പോൾ കേട്ടോ വെണ്ടയ്ക്കൊക്കെ നല്ല ഇളയ വെണ്ടയ്ക്ക തന്നെ കിട്ടിയിട്ടുണ്ട്. ചിലപ്പോൾ കൊണ്ടുവരുമ്പോൾ കുറച്ച് മൂത്തും ഒക്കെ ആയിട്ടുണ്ടാവും കേട്ടോ. അപ്പോൾ ഇന്ന് നല്ല ഇളയ വെണ്ടയ്ക്കന്നെ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ ഒന്ന് മുറിച്ച് എടുത്തിട്ടൊന്ന് വാട്ടണം. വാട്ടിയതിന് ശേഷം ഞാൻ കുറച്ച് പരിപ്പും ചെറിയ ഉള്ളിയും പച്ചമുളകും ഉള്ളിയും തക്കാളിയൊക്കെ എടുത്തിട്ട് പിന്നെ നമ്മളെ മൺചട്ടിയിൽ ഇട്ട് കൊടുക്കും കേട്ടോ. അപ്പോൾ എല്ലാതും കൂടി ഇട്ടിട്ട് ഞാൻ ഒന്നിച്ച് വേവിക്കാമെന്ന് വിചാരിച്ചിട്ടോ. അപ്പോൾ പരിപ്പ് എപ്പോഴും ഞാൻ വേഗം വേഗണ പരിപ്പാണ് വാങ്ങാറ്. അപ്പോൾ അതെന്തായാലും പെട്ടെന്ന് വെന്തിട്ടു കേട്ടോ. അപ്പോൾ കഷ്ണം വേകേണ്ട ടൈമിൽ തന്നെ പരിപ്പ് വെന്തിട്ടിക്കോളും. അപ്പോൾ അതിന് വേണ്ടിയിട്ട് മസാലപ്പൊടികളൊക്കെ ഇട്ട് പാകത്തിനുള്ള ഉപ്പൊക്കെ ഇട്ട് റെഡിയാക്കി വേവിച്ചെടുത്തിക്കണം. പിന്നെ കുറച്ച് തേങ്ങ അരച്ച് വെന്തതിന് ശേഷം തേങ്ങ അരച്ച് പിന്നെ ഇതാട്ടോ വെച്ചിട്ടുണ്ട്. അപ്പോൾ കുറച്ച് കറി തന്നെ കേട്ടോ ഉണ്ടായിട്ട്, ഒരുപാട് കറി ഉണ്ടാക്കിയാൽ അത് ബാക്കിയാവും. ഇവിടെ കറി അധികം വേണമെന്നില്ല കേട്ടോ. അല്ല പൊരിയോ പൊരിച്ച ഇതൊക്കെ ഉണ്ടെങ്കിൽ ഇഷ്ടമാണ് കേട്ടോ. അപ്പോൾ കറി ഒരു ലേശം മതി കേട്ടോ ഇവിടെ എല്ലാവർക്കും. അതുകൊണ്ട് തന്നെ കറി കുറച്ച് വെച്ചിട്ടുള്ളൂ. അതിന് ശേഷം കറിയൊക്കെ താളിച്ചതിന് ശേഷം കടുകും കറിവേപ്പിലൊക്കെ ഇട്ടിട്ടൊന്ന് താളിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മളെ കറീൻ്റെ പരിപാടി ഇവിടെ കഴിഞ്ഞിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്ക് മീൻ നന്നാക്കണം, പൊരിക്കണം ഒക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ കറി ചോറും കടിയും ഒക്കെ ആയിട്ടുണ്ട്. പിന്നെ അങ്ങനെ മക്കൾക്കൊക്കെ ചായയൊക്കെ കൊടുത്ത് അവരൊക്കെ ഒന്ന് സെറ്റാക്കി അടുക്കളയൊക്കെ ഒന്ന് ഒതുക്കിയിട്ടാണ് മീൻ നന്നാക്കാതിരിക്കുന്നത് കേട്ടോ. അപ്പോൾ ചോറ് വേകാതെ മീൻ നന്നാക്കിയിരുന്നാൽ ചോറ് പെട്ടെന്ന് വേകുന്നുണ്ട്. ചോറ് ഇപ്പോൾ റെഡി ആയിട്ടാട്ടോ ഞാൻ മീനൊക്കെ വാങ്ങി നന്നാക്കിയിരിക്കൽ. അങ്ങനെ നമ്മുടെ കറിൻ്റെ പരിപാടിയും കഴിഞ്ഞു കേട്ടോ. ഇനിയിപ്പോൾ എന്തായാലും മീനൊക്കെ ഒന്ന് നന്നാക്കി എടുക്കണം, ഒക്കെ പൊരിച്ചെടുക്കണം. എന്നിട്ട് വേണം നമുക്ക് വേഗം പോകാൻ കേട്ടോ. അപ്പോൾ എന്തായാലും മീനൊക്കെ നല്ല സെറ്റാക്കി പൊരിച്ചെടുത്തിട്ടുണ്ടോ. കൂട്ടത്തിൽ തന്നെ കുറച്ച് മത്തി ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അത് നന്നാക്കിയതാ ഒക്കെ അങ്ങോട്ട് പൊരിക്കാമെന്ന് വിചാരിച്ചു. കറിയൊന്നും വെക്കുന്നില്ല കേട്ടോ. നമുക്ക് സാമ്പാറുണ്ടല്ലോ. അപ്പോൾ വെണ്ടയ്ക്ക അടിപൊളി സാമ്പാർ വെച്ചിട്ടുണ്ടല്ലോ. അങ്ങനെ അതിക്ക് കുറച്ച് മഞ്ഞളും മുളകും ഉപ്പും കുരുമുളക് പൊടിയൊക്കെ ഇട്ടിട്ട് ഒന്ന് നല്ലതുപോലെ മിക്സാക്കി എടുത്തിട്ട് പൊരിച്ചെടുക്കാം കേട്ടോ. അപ്പോൾ കറണ്ട് ഇങ്ങനെ പോവും വരും ചെയ്തുകൊണ്ടേയിരിക്കണം കേട്ടോ. അപ്പോൾ ഞാനിതാ കുറച്ച് നേരം അത് റെസ്റ്റ് ചെയ്യാൻ വെച്ചിട്ട് നമ്മൾ അലക്കലൊക്കെ കഴിഞ്ഞു കേട്ടോ. വേഗം അലക്കൽ കഴിഞ്ഞാൽ തന്നെ ഒരു സമാധാനമാണ് അല്ലേ. അപ്പോൾ അലക്കലൊക്കെ കഴിഞ്ഞ് വേഗം കേട്ടോ മീനൊക്കെ ഒന്ന് പൊരിച്ചെടുക്കുകയാണ്. അങ്ങനെ നമ്മുടെ അടുക്കളയൊക്കെ നല്ല വൃത്തിയായി സെറ്റായിരിക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ കുട്ടാപ്പി ഇതാട്ടോ തിരക്ക് കൂട്ടിക്കൊണ്ടിരിക്കുകയാണ്. പോവാനായോ ചോദിച്ചിട്ടോ. ഫോനോട് എങ്ങോട്ടേലും ഫോണുണ്ടെങ്കിൽ ഒന്നും പറയാതിരിക്കണം കേട്ടോ. ഫോണുണ്ടെന്ന് പറഞ്ഞാൽ പിന്നെ അന്നത്തെ ദിവസം എവിടേക്കും പോകില്ല, പിന്നെ ആളാണ് തൊയിലും കെടുത്തും. അങ്ങനെ നമ്മുടെ ചോറീറ്റി എല്ലാം കഴിഞ്ഞ് നമ്മൾ കേട്ടോ എല്ലാവരും മാറ്റി സെറ്റായി. ഞാനും ചെറിയ മോനും കാക്കും മാത്രം കേട്ടോ, വലിയൊരൊന്നുമില്ല.
അവർക്ക് പോകണമെങ്കിൽ അങ്ങനെ ഇത് വേണം. അങ്ങനെ പോണ പോക്കിൽ ഞങ്ങളൊരു കുഞ്ഞുടുപ്പൊക്കെ വാങ്ങി അങ്ങനെ പോയിട്ട് അപ്പോൾ വിചാരിച്ച പോലെ തന്നെ നല്ല മഴ കേട്ടോ. അപ്പോൾ കുറേ പകുതി അങ്ങനെ നിന്ന് അങ്ങനെ പോയിട്ട് അപ്പോൾ ഞാൻ കോട്ടെടുത്തിട്ടില്ല, ചെറിയവനും എടുത്തിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. അപ്പോൾ നമ്മുടെ കാക്ക എന്തായാലും കോട്ടൊക്കെ എടുത്തിക്കണ്. പിന്നെ അങ്ങനെ മഴയത്ത് കുറച്ചൊക്കെ നനയൊക്കെ ചെയ്തിക്കണം കേട്ടോ. പിന്നെ അവിടെയൊക്കെ കയറി ഇടയ്ക്കൊക്കെ ഓരോ സ്ഥലത്ത് ഇങ്ങനെ കയറി നിൽക്കും. മഴ കൂടുതലുള്ള അവിടുത്തെ അങ്ങനെ കയറി നിൽക്കും. അങ്ങനെ കയറി നിന്ന് കണ്ടില്ല നമ്മുടെ കാക്കൊക്കെ കോട്ടൊക്കെ ഇട്ട് സെറ്റപ്പായിട്ട് കേട്ടോ. അപ്പോൾ എന്തായാലും നമ്മൾ കോട്ടെടുക്കാനും മറന്നു, അല്ലെങ്കിൽ ഇപ്പം പിന്നെ ഈ നിർത്താൻ നിൽക്കേണ്ട ആവശ്യം ഉണ്ടായിരുന്നില്ല കേട്ടോ. പിന്നെ ഒന്നും നോക്കിയില്ല, ചെറിയ ചാറ്റലായിരുന്നു കേട്ടോ. അങ്ങനെ ഞങ്ങൾ പോയി മോളെയൊക്കെ കണ്ട്. അപ്പോൾ ഇന്നത്തെ വിശേഷം ഇത്രയൊക്കെ ഉള്ളൂ. അപ്പോൾ ഇഷ്ടപ്പെട്ട എല്ലാവരും ലൈക്കും സബും ഷെയറൊക്കെ ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ഓക്കെ, വീണ്ടും കാണാം. ഓക്കെ, ബൈ.